ഇവിടെ ഒരു സാധനമില്ല. ഇതൊക്കെ തീർന്നിട്ട് എത്ര ദിവസമായി. ഇത് വാങ്ങേണ്ടവൻ എപ്പോഴും ഒരു കുന്ത്രണ്ടം പിടിച്ചിരിക്കുക. എടാ സന്ദീപേ, ചായ കുടിച്ചിട്ട് വേഗം പോയി പച്ചക്കറി വാങ്ങിയിട്ട് വാ. സന്ദീപേ, എടാ സന്ദീപേ. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിൽ ഈ സാധനം ഒന്ന് മാറ്റി വെച്ചൂടെ? എൻജിനീയറിങ് കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഗൾഫിലും ബാംഗ്ലൂരിലും ജോലിയായി. ഇവന് മാത്രം ഒരു വിചാരവുമില്ല. എപ്പോൾ നോക്കിയാലും ഒരു കമ്പ്യൂട്ടറും മൊബൈലും. മൊത്തം പ്രശ്നം അതാ. നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അമ്മയുടെ ഉപദേശം, നാട്ടുകാരുടെ ചോദ്യം. ബാംഗ്ലൂർ ഓപ്പണിംഗ് ഉണ്ടോടാ? ശരി, ഞാൻ ചെയ്യാം. പച്ചക്കറി സാധനം വാങ്ങിയിട്ട് കറങ്ങാൻ അറിഞ്ഞാൽ മതി കേട്ടോ. ആരാവില്ല പറയടാ. നാളെ രാവിലെ 10 മണിക്കോ? ബസ് അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെ എത്താം. ആടാ, താങ്ക്സ് ഡാ. ശരി, ഞാൻ നാളെ രാവിലെ എത്തിയിട്ട് വിളിക്കാം. ഓക്കേടാ. ഇത് വെച്ചോ, ഇത് ബസ്സിൻ്റെ ടിക്കറ്റ്. ഇത് എൻ്റെ ഫ്രണ്ടുണ്ട് അവിടെ ബാംഗ്ലൂർ, ജോസ് എന്ന പേര്. അയാളെ പോയി ഒന്ന് കാണും. എന്ത് സഹായം വേണമെങ്കിലും അയാൾ ചെയ്യും. അച്ഛാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഐ വർക്ക് ചെയ്യുന്ന, ഞാൻ അവിടെ കൂടെ നിന്നോളാം. ഈ മെസ്സേജ് ഒന്ന് പോയി നിൽക്കാൻ ഞാൻ ചെയ്യാം. അമ്മേ ആകുമോ? ഇന്ന് എത്ര നേരമാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? നീ ഇതിനുകൊണ്ട് ബാംഗ്ലൂരിൽ പോയിട്ടില്ല? ഇല്ലടാ, ഞാൻ ആദ്യമായിട്ടാ. അവിടെ പോയിട്ട് ഫ്രണ്ട്സിനെ വിളിക്കണം. അച്ഛൻ അവിടെ ഏതോ ബാംഗ്ലൂർ മെസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോകാൻ പോകും. അവിടെ ഫ്രണ്ട്സൊക്കെ പബ്ബും പാർട്ടിയൊക്കെ അടിച്ചു കൊടുക്കും. ഞാൻ അവിടെ പോകും.
തന്നെ തുടങ്ങിയ ഇന്നലെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് റണ്ണായിരുന്നോ നോക്കിയതാ. ഫെയിൽ ആയിട്ടുണ്ട് മോനെ. നല്ല മുട്ടം പണി കിട്ടും. ഇന്നലെ നിന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നേ, പിക്കപ്പ് ചെയ്യാൻ പോകുന്നില്ലേ? ഞാൻ അവനെ എഴുന്നേറ്റപ്പോ വിളിക്കാൻ അച്ഛൻ്റെ ഫോൺ വിളിച്ചു. അപ്പൊ നീ അവന് ഇങ്ങോട്ടുള്ള വഴി വല്ലതും പറഞ്ഞു കൊടുത്തായിരുന്നോ? ഇല്ലടാ, ഇവിടെ ഒന്ന് വിളിക്കാനാ പറഞ്ഞത്. അവനാണെങ്കിൽ ബാംഗ്ലൂർ ആദ്യമായിട്ടാണ്. ആ വിമലാണ് അവൻ്റെ ഇന്റർവ്യൂ ശരിയാക്കിയത്. അവനാണെങ്കിൽ രാവിലെ വിളിക്കുന്നത് 10 മണിക്ക് അവൻ എത്തിക്കണം എന്നാ പറഞ്ഞത്. അതേ അവൻ പിന്നെയും വിളിക്കുന്നു. ഇതിനോട് ഞാൻ ഇപ്പൊ എന്താ അറിയാം. വിമലേ, ഞാൻ അവനെ നോക്കി മടിയോളോട്ട് പോവാം. അവൻ്റെ ഫോൺ വിളിച്ചോ. ಹೌದು ಅದೇ ಸಿಗ್ನಲ್ಗೆ ರೈಟ್ ತಗೊಳ್ಳಿ. ಅಲ್ಲೊಂದು ಅಂಗಡಿ ಇದೆ ನೋಡಿ, ರಿಲಯನ್ಸ್ ಫ್ರೆಶ್ ಇದೆ, ಅಲ್ಲಿಂದ ಇನ್ನೂ ಸ್ವಲ್ಪ ಮುಂದೆ ಬನ್ನಿ. ಎಷ್ಟು ಸತ್ರಿ ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ಕೊಡ್ಬೇಕು ಸರ್, ಡೈಲಿ ಸೇಮ್ ಇಶ್ಯೂ ಯಾಕೆ? ഓക്കെ സരി ക്യാബ് ഡ്രൈവർ ഓരോ പ്രശ്നങ്ങൾ ഇത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക. ചേട്ടാ മലയാളിയാണല്ലേ? അതെ ചേട്ടാ ഞാൻ ബാംഗ്ലൂർ ആദ്യമായിട്ടാണ്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഫ്രണ്ട്സിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ ഇതില്ല. ഇതാ ഇത് യൂസ് ചെയ്തോ. ചേട്ടാ നമ്പറൊന്നും ഓർമ്മയില്ല. അല്ല നിൻ്റെ കയ്യിൽ ചാർജർ ഉണ്ടോ? ചാർജർ ചാർജറും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങ് ആ സിഗ്നലിൽ ഒരു മൊബൈലിൻ്റെ കടയുണ്ട്, 8:30 അവിടെ തുറക്കും. അപ്പോൾ അവിടെ പോയിട്ട് മോൻ ചാർജ് ചെയ്താൽ മതി. എൻ്റെ ക്യാബ് വന്നു. അപ്പോൾ ശരി എന്നാ. മൊബൈൽ ചാർജർ സാംസങ്. രാഹുലേ, നിന്റെ ഫ്രണ്ട് ഇനി എത്തിയില്ലേ? ഇനി എത്ര മണിക്ക് അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ സമയം 8:30 ഇനി 10 മണിക്കുള്ളിൽ ഇവിടെ എത്തിച്ചാൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റും. നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പപ്പും പാർട്ടിക്കാരും അച്ഛനടയിലും ബാംഗ്ലൂർ മെസ്സിലൊക്കെ പോകുമ്പോൾ കൂടെ പഠിച്ച കുട്ടികൾക്ക് ജോസ് നമുക്ക് അയാളെ പോയി ഒന്ന് കാണണം. എന്ത് സഹായം വേണം ചെയ്യും. വാ ഇന്ന് നമുക്ക് മലബാർ മസാല ഫുഡ് അടിക്കാം. അവിടെ നല്ല പുട്ടും കണ്ടു കിട്ടും. ഹലോ 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 എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ജോസ് നമുക്ക്. ചേട്ടാ ജോസ് എന്ന് പറയുന്ന ഒരാളിവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ജോസേ
ജോസേ, ഞാൻ കണ്ണൂരിൽ നിന്ന് രാഘവേട്ടൻ്റെ മോന അച്ഛൻ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഓ, നീ രാഘവേട്ടൻ്റെ മോനാ? വാ ഇരിക്ക്. അപ്പോൾ നിൻ്റെ കയ്യിൽ അഡ്രസ്സ് ഇല്ല അല്ലേ? ഇത് ഇന്നത്തെ കാലത്ത് ആർക്കും സംഭവിക്കുന്നതാ. ഇതെല്ലാം മൊബൈലിലല്ലേ. സ്വന്തം വീട്ടിലെ നമ്പർ പോലും ആർക്കും ഓർമ്മയുണ്ടാവില്ല. നിന്റെ അച്ഛനെ വിളിച്ച ആ കൂട്ടുകാരുടെ നമ്പർ കിട്ടോ? ജോസേട്ടൻ്റെ അച്ഛൻ നമ്പർ ഇടാ. ഞാൻ ഈ ആഴ്ച ഒരു കാർ ബുക്ക് ചെയ്യാൻ പോവാം. അടി മോനെ, നീ തകർക്കാന്നല്ല. അന്നാ ജോസേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാ നീ? ശരിയാടാ, അന്ന് ആ ജോസേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. ഇപ്പോഴും ഇവിടെ എവിടെയെങ്കിലും തിരിഞ്ഞളിക്കുന്നുണ്ടാവും. അന്നൊരു സ്മാർട്ട് ഫോൺ കാണാൻ നിനക്ക് പണി കിട്ടി. ഇപ്പോഴെങ്കിലും നീ നിന്റെ കോൺടാക്ട്സ് ഒക്കെ എഴുതി വെക്കാൻ തുടങ്ങിയ? പിന്നെ അത് ഞാൻ പുതിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. 24 hours battery backup. I've saved all my contacts here. How's that? ഇതാണ് ഇന്നത്തെ യുവത്വം. അവർക്ക് പഴമയെ ഉൾക്കൊള്ളാനാവില്ല. നൂതന മാർഗങ്ങൾ തേടിപ്പോവും. നമ്മളതിനെ എതിർക്കുന്നില്ല. പറയാനുള്ളത് ഇത്ര മാത്രം: പഴമയെ വെറുക്കരുത്, അവഗണിക്കരുത്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു 8ന്റെ പണി കിട്ടിയാലോ?